അങ്ങനെ വേൾഡ് കപ്പിലെ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ മാച്ച് വരെയാണ്, ഇന്ത്യ വേഴ്സസ് നമീബിയ. ഫസ്റ്റ് മാച്ച് നമ്മൾ ജയിച്ചു. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് നമുക്കൊരു ലക്ക് ഫാക്ടറും അതുപോലെ തന്നെ നമ്മുടെ സ്കൈ ഫോമിലുള്ളത് കൊണ്ട് നമ്മൾ ജയിച്ചു എന്ന് വേണം പറയാൻ. ബൗളേഴ്സിലായാലും അർഷദീപ് സിംഗ് കുഴപ്പമില്ലാണ്ട് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിറാജ്, അങ്ങനെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമ്മൾ ഒരു വിജയത്തിലോട്ട് എത്തിയത്. അതിന് മുന്നേ നമ്മുടെ സീരീസിലൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് നിരയുണ്ട്. T20യിൽ നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ വേറൊരു ടീം ഇല്ല, കാരണം നമ്മൾ അത്രയും സ്ട്രോങ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ്. അതുകൂടാണ്ട് നമ്മളിപ്പോൾ അടുത്ത് സ്കൈഡ് അണ്ടറിൽ വന്നപ്പോൾ തൊട്ടിട്ട് നമ്മൾ ഒരു സീരീസ് പോലും തോറ്റിട്ടില്ല. പക്ഷെ നമീബിയയുടെ കൂടെ ഇന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടീമിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം എന്തും സംഭവിക്കാം. ക്രിക്കറ്റാണ്, അൺസർട്ടനിറ്റി കൂടുതലുള്ളൊരു ഗെയിമാണ്. നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് കളിക്കോ അതോ ഇല്ലേ എന്താന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളെ അഭിഷേകിന് വയറിളക്കവും പനിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഞാൻ 1-2 പോസ്റ്റിൽ കണ്ടത് റിക്കവർ ആയി എന്നൊക്കെയാണ്. പക്ഷെ ചില സ്ഥലത്ത് പറയുന്നത് ഇനിയും റെസ്റ്റ് വേണം എന്നൊക്കെ ഉണ്ട്. ഇഷാൻ ഇന്നലെ നെറ്റ്സിന്റെ ഇടയിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരിക്ക് എന്ന് പറയുന്നത് ബുംറയുടെ ബോളിൽ, യോർക്കർ ബോളിൽ വന്നതാണ്. പക്ഷെ അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ മാറി, ആള് പിന്നെയും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെറ്റ്സിൽ ഇന്നലെ സഞ്ജു സാംസണും നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നത് BCCI തന്നെ വീഡിയോ കിട്ടിട്ടുണ്ട്, അവർ അപ്ഡേറ്റ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള അറിയില്ല. സഞ്ജു സാംസൺ ഇന്ന് കളിക്കോ അതോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്തായാലും കളിക്കുകയാണെങ്കിൽ നല്ലൊരു സന്തോഷം തരുന്ന വാർത്തയാണ്. ഈവൻ കളിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ടീം ജയിക്കുകയാണ് വേണ്ടത്, ഇന്ത്യ ജയിക്കണം, അതാണ് മെയിൻ. അതിൻ്റെ അകത്ത് നമുക്ക് പ്ലെയേഴ്സിന്റെ ഡിപ്പെൻഡ് ചെയ്തല്ല, എല്ലാവരും നന്നായിട്ട് കളിക്കണം. ഇപ്പൊ സഞ്ജു കളിക്കുകയാണെന്നുണ്ടെങ്കിലും സഞ്ജു ഇന്ന് നല്ല രീതിയിൽ തന്നെ ഫോം ആവും വേണം, കാരണം ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫോമിലോട്ട് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് അങ്ങനെ ഒരു കംബാക്ക് സഞ്ജുവിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും നോക്കാനില്ല, സഞ്ജുവിന്റെ അതേ സ്റ്റൈലിൽ കളിക്കുക, അടിച്ച് കളിക്കുക, എങ്ങനെയെങ്കിലും ഒരു സെഞ്ചുറി ഇന്നടിക്കുക. നമ്മളെ വാഷിംഗ്ടൺ സുന്ദറും ടീമിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നെറ്റ് പ്രാക്ടീസ് ഒക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെയും പരിക്കൊക്കെ ക്ലിയർ ആണ്. നമ്മൾ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിലോട്ട് എഗെയിൻ പ്ലേയേഴ്സ് ഒക്കെ വന്നു തുടങ്ങി, പരിക്ക് പറ്റിയവരൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മളെപ്പോഴും സ്ട്രോങ് ബാറ്റർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് റിക്കവർ ആയിട്ട് ആൾ തിരിച്ചെത്തട്ടെ. നമുക്ക് 15-ാം തീയതി ഒരു വലിയ മാച്ച് മുന്നിൽ കിടക്കുന്നുണ്ട്. അന്ന് നമുക്ക് കുറെ സംഭവങ്ങൾ കൊടുക്കാനുള്ളത്, അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ മാച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അതായത് സഞ്ജു ഇന്ന് കളിക്കുന്നുണ്ടോ അതോ എന്താണെന്നുള്ളത്. അത്രയേ ഉള്ളൂ. എന്തായാലും ശുഭപ്രതീക്ഷ. ഇന്നും നമ്മൾ ജയിച്ചെന്നെ, നമ്മളെ രണ്ടാമത്തെ മാച്ചും കൂടി ജയിച്ചെന്നെ സൂപ്പർ 8ലേക്കുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് കൊണ്ടുപോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ കൺഫേം ആണല്ലോ, അടുത്ത മാച്ചിൽ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പൊ എന്തായാലും